ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണതേ, ഇന്ന് നമ്മൾ ഇപ്പം ഞാൻ 2 ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ കൂടി നമ്മളൊരു നോർമൽ രീതിയിൽ ഒരു റെസ്യൂം എങ്ങനെ ഉണ്ടാക്കാമെന്ന്, റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ കുറച്ച് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിരുന്നു, അതായത് അവരത് വെച്ച് ചെയ്തിട്ട് വളരെ ഉപകാരത്തിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് താങ്ക്സ് പ്രത്യേകിച്ച് പറയണം. നമുക്കധികം സബ്സ്ക്രൈബറൊന്നുമില്ല, അപ്പോൾ ഉള്ളവർ അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്ത റെസ്യൂം ഞാൻ ഇവിടെ ഒന്നുകൂടി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തു. വേർഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ഇവിടെ പോയിട്ട് നമ്മൾ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ. ഈ ഓപ്പണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റെസ്യൂം ഡോക്യുമെൻറ്റ് നമ്മൾ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് എന്തൊക്കെ ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഈ ഓപ്പൺ എടുത്ത്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഈ റെസ്യൂം നമ്മൾ അന്ന് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തന്നിരുന്നു. നമ്മൾക്ക് ഇതിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ഇവിടെ നമ്മൾ ഇതെൻ്റെ പേരാണ്, ഡേറ്റ് ടൈം ഇതൊക്കെ നമ്മൾ കൊടുത്തത്. ഇവിടെ നമുക്ക് സിഗ്നേച്ചർ, നമ്മളുടെ സിഗ്നേച്ചർ ഇവിടെ നമുക്ക് കൊടുക്കണം, ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ഐഡിയയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറേ പേര് ചെയ്യാനുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഇൻസർട്ടിൽ പോവാം. ഇൻസർട്ടിൽ പോയിട്ട് പിക്ചർ എന്നുള്ള ഇതെടുക്കുക. പിക്ചർ എന്നുള്ള ഒരു ഇതെടുത്ത് പിക്ചർ എന്നുള്ള ഈ ടാബ് എടുത്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതാണ് സിഗ്നേച്ചർ. ഇത് നമ്മളിങ്ങനെ ഒരു പേപ്പറിൽ ഫോട്ടോ എടുത്തിട്ട് പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കിന്, എന്നിട്ട് നമ്മൾ ഞാൻ അതിനെ ഇവിടേക്ക് കൊണ്ടുവരാം. ഇതാണ് ഞാൻ സിഗ്നേച്ചർ, ഇതെൻ്റെ സിഗ്നേച്ചർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തേക്കണത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വലിപ്പമുണ്ട്. അപ്പോൾ ഇത് ഈ കോർണറിൽ കൊണ്ടുവച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെറുതായി കിട്ടും. ഒരല്പം കൂടി ചെറുതാക്കി. ഇതാണ് നമ്മുടെ ഫോട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ പണിയാണ്. കാരണം നമ്മളിത് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അതിനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നുകൂടി പറയുകയാണ്. ഇതുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ മുകളിൽ ഫോർമാറ്റ് എന്നുള്ളൊരു ടാബ് വരും. ആ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് റാപ്പിങ്ങിൽ ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ഇതിനെ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പിടിച്ച് മാറ്റാൻ പറ്റും. ഞാനത് കാണിച്ചത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ സിഗ്നേച്ചർ ഞാൻ പേരിൻ്റെ മുകളിൽ കൊണ്ടുവച്ചേക്കുക. കണ്ട, എൻ്റെ സിഗ്നേച്ചർ ഞാനിവിടെ എൻ്റെ പേരിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, അതായത് നമ്മൾ എന്തൊരു ഇതായാലും ഏതൊരു സാധനം നമ്മൾ മൊബൈൽ വഴിയോ ക്യാമറ വഴിയോ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കിട്ടുക. അതായത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് കാണും ഫ്രണ്ടിൽ. ഇപ്പോൾ ഇത് നമ്മൾ നോക്കിയാൽ നീല കളറിൽ ഞാനിതെടുത്തിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിനെ ആദ്യം നമുക്ക് ഇതിനൊന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നമ്മളെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ റീകളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ലെഫ്റ്റ് സൈഡിൽ അടിയിലായിട്ട് റീകളറിൻ്റെ ഏരോയിൽ ക്ലിക്ക് ചെയ്യുക. ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അടിയിൽ ഒന്ന് സെറ്റ് ട്രാൻസ്പെറൻറ്റ് കളർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളുടെ കർസറിൻ്റെ രൂപം നോക്കിയപ്പോൾ കർസറിൻ്റെ രൂപം മാറിയത് കണ്ട. എന്നിട്ട് നമ്മൾ ആ കർസർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് പോയി. ഇത് ഒരു വേറൊരു ചെറിയൊരു കളർ ഇവിടെ കിടക്കണ്ടാവും. കാരണം ഞാൻ ആ സിഗ്നേച്ചർ ഇട്ട പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മഷി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ അതും കൂടി ഇപ്പുറത്തേക്ക് കണ്ടു. അപ്പോൾ അത് പോണില്ല എന്നല്ല, അത് ഞാൻ കളഞ്ഞ് കാണിച്ചു തരാം. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനി ഇത് ഞാൻ ബ്ലൂ കളറിലാണിത് ഞാനിത് സൈൻ ചെയ്തേക്കുന്നത്. നമുക്കിതിനെ ബ്ലാക്ക് കളറാക്കണം. ബ്ലാക്ക് കളറാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിവിടെ റീകളർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് മോർ വേരിയേഷൻസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ കർസർ കൊണ്ടുവരിക. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടല്ലോ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളുടെ സിഗ്നേച്ചർ ഇവിടെ ബ്ലാക്കായി കാണും. സിഗ്നേച്ചർ ബ്ലാക്കായി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനൊന്നും കൂടി ക്ലിയർ ആയിട്ട് എടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രൈറ്റ്നെസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ബ്രൈറ്റ്നെസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിവിടെ പിക്ചർ കറക്ഷൻ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഈ ഫോട്ടോയിലേക്ക് നോക്കിക്കോട്ടെ, ഈ സിഗ്നേച്ചർ ഇട്ടേക്കണെന്ന് നോക്കി ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി. ഇവിടെ നമ്മൾ ബ്രൈറ്റ്നെസ് നമുക്ക് ഇതിവിടെ 10% കയറ്റിയെടുക്കാം. ഇപ്പോൾ 0 കിടക്കുന്നത് 10% എടുത്തു. ഇനി കോൺട്രാസ്റ്റ് ഞാനിവിടെ ഒരു 75 ഇടേ. ഇപ്പോൾ നോക്കിയേ, ഇത് നമ്മൾ 75 ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയി നമ്മളുടെ സിഗ്നേച്ചർ നല്ല ക്ലിയറിലായി കടാ. ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ ഇവിടെ വരുത്തി. ഇതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ചെറിയൊരു ക്ലാസ് ആണെങ്കിൽ കൂടിയും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരത്തിൽപ്പെടും. ഇനി ഇത് ഈ സാധനം നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം അതും കൂടി പറഞ്ഞുതരാം. അപ്പം നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കളഞ്ഞുകൊണ്ട് നമുക്കിവിടെ ക്ലിയർ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരെ വണക്കം. ഓക്കെ, താങ്ക് യു.